സോയ ജോസഫ്, സ്ത്രീകൾ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലെ വനിതകൾ ഒന്നടങ്കം അമ്മ എന്നൊരു സംഘടന ഉണ്ടായിട്ട് പോലും അവർ WCC എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുമായി അവർ മുമ്പിലോട്ട് പോകേണ്ട സാഹചര്യം വന്നു. എന്തുകൊണ്ടാണ്? അവിടെ ഒരു നടിയെ ആക്രമിച്ച സംഭവത്തിൽ കൃത്യമായി അമ്മ ഇടപെടാതെ വരുമ്പോഴാണ് ആ സംഘടന രൂപീകരിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ കേസ് ഇപ്പോഴും നടക്കുകയാണ്. ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ അവതരിപ്പിച്ചപ്പോഴാണ് ഹേമ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചത്. കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 4.5 വർഷം കഴിഞ്ഞു. 4.5 വർഷം കഴിഞ്ഞിട്ട് ഇത് ചവിട്ടിപ്പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ സർക്കാർ ചവിട്ടിപ്പിടിച്ച അവസാനം വിവരാവകാശ പ്രകാരം പലരും ഈ രേഖ ആവശ്യപ്പെട്ടു. അത് കോടതിയിലെത്തി. പിന്നീടാണ് ഇത് പുറത്തു വരുന്നത്. ഇത്രയും കാലം ഇപ്പോൾ ഈ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം പറയുന്നു ഈ സാംസ്കാരിക മന്ത്രി രാജിവെക്കണം, ഇത്ര വർഷം ഇത് പുറത്തുവിടാതിരുന്ന മന്ത്രി രാജിവെക്കണമെന്നൊക്കെ. ഇപ്പോഴാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ 2 ടേമായി ഈ സംസ്ഥാനത്ത് നിങ്ങൾ പ്രതിപക്ഷമായിരുന്നല്ലോ. ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് മുന്നേറ്റമാണ്, ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് അഭിപ്രായമാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വെക്കാൻ കഴിഞ്ഞത് ഡോക്ടർ സോയ ജോസഫ്? ഈ പറയുന്നത് പോലെ 2017 കമ്മിറ്റിയെ വെക്കുകയും 2019 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിനുശേഷം നിരന്തരമായ ആവശ്യങ്ങൾ, അത് പൊതുസമൂഹത്തിനിടയിൽ നിന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇവിടെ വളരെ കൃത്യമായി തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള ചർച്ചകൾ നിരന്തരമായി നടന്നിരുന്നു. ഒന്നും നടന്നില്ല. എവിടെ ചർച്ച ചെയ്തു? ആര് ചർച്ച ചെയ്തു? അത്തരം ചർച്ചകൾ നടന്നിരുന്നു. അത്തരം ചർച്ചകൾ നടന്നില്ല. പക്ഷേ എവിടെയാണ് നടന്നത് ചർച്ച? ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തത്? എവിടെയാണ്? ഈ കോൺഗ്രസിനുള്ളിൽ നടന്നോ, അല്ലെങ്കിൽ UDF-നുള്ളിൽ നടന്നോ? നടന്നിട്ടില്ല മാഡം. അല്ല, അത്തരത്തിൽ വിവരാവകാശ രേഖ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടുള്ള ആവശ്യങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നതാണ്. കോൺഗ്രസ്സുകാർ ചോദിച്ചോ? ഏതൊക്കെ തരത്തിലാണെങ്കിലും ഈ പറയുന്നത് പോലെ ഒരു റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ 4.5 കൊല്ലം അത് മൂടി വെക്കുക എന്ന് പറയുന്ന വലിയ മനുഷ്യാവകാശ ലംഘനം നടന്നു. ഇപ്പോഴാണല്ലോ ഈ മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ തോന്നുന്ന ഇപ്പോഴാണല്ലോ ഡോക്ടർ സോയ ജോസഫ്. അല്ല, ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അറിയാവുന്ന കാര്യമല്ല. അത് വ്യക്തമാണ്. അല്ല, എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ഇത് വളരെ കൃത്യമായി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്, ഒരു പഠന കമ്മിറ്റിയാണ്. അതിന്റെ സാധ്യതകളെ പറ്റിയും അതിന്റെ പരിമിതികളെ പറ്റിയും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ അതിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല. അതൊരു പഠന കമ്മിറ്റിയാണ്. അത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ മാത്രം പഠിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയല്ല. അത് സ്ത്രീകളുടെ തൊഴിലിടത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും മാന്യമായിട്ടുള്ള അവരുടെ വേതനം ഉൾപ്പെടെ അവർക്കുണ്ടായിരിക്കേണ്ട സൗകര്യങ്ങൾ ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളത്. ഇത് ഇത്ര ഭീകരമായിട്ടുള്ള മൊഴികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൊഴികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭീകരമാണോ എന്നുള്ള മൊഴികൾ പുറത്തു വന്നിട്ടില്ല. പല പേജുകളും പുറത്തു വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന കാര്യമല്ല. അറിയുന്ന ആളുകളുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടിനകത്ത് എന്താണ് എന്ന് അറിയുന്ന ആളുകൾ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. അത് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ഗവൺമെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം 2019 ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടപ്പോൾ ഇത്രമേൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിലുള്ളത് എന്ന് അറിയുന്ന ആളുകൾ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. ഞാനോ നിങ്ങളോ അതിന്റെ ഭാഗമായിരുന്നില്ല. എനിക്കോ നിങ്ങൾക്കോ അത് ലഭിക്കുന്നത് കേവലം 1.5 ആഴ്ച മുൻപാണ്. അപ്പോ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടെന്നറിഞ്ഞിട്ടും കുറ്റകരമായ മൗനം അവലംബിച്ചുകൊണ്ട് ഇത് മൂടി വെച്ചുകൊണ്ട് 4.5 കൊല്ലം വീണ്ടും ഈ സ്ത്രീകളൊക്കെ ഇത്തരത്തിൽ അനുഭവിക്കട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ തുടരട്ടെ, ഇത്ര മോശപ്പെട്ട സാഹചര്യം ഉണ്ടായിക്കോട്ടെ എന്ന് വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ച സർക്കാരാണ് ഇതിൽ 1-ാം പ്രതി എന്ന് നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു പഠന കമ്മിറ്റി റിപ്പോർട്ടാണ്. ഇതിൽ ഇത്രമേൽ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇതിനു വേണ്ടിയുള്ള വലിയ സംരംഭങ്ങളിലേക്കും സമരങ്ങളിലേക്കും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെ സംബന്ധിച്ച് അത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെന്റ് അത്തരത്തിൽ ഇതൊരു മൂടിവെക്കപ്പെട്ട സത്യമായി 4.5 കൊല്ലം അതിന് മുകളിൽ അടയിരുന്ന ഗവൺമെന്റാണ് ഇന്ന് വലിയ
സ്ത്രീപക്ഷവാദവും അല്ലെങ്കിൽ വലിയ പുരോഗമനവാദവും ഒക്കെ ഉന്നയിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ തന്നെ വിവരാവകാശ കമ്മീഷൻ പറയുന്നതിന് അപ്പുറത്തേക്ക് വിവരാവകാശ കമ്മീഷൻ ഇത്ര ഭാഗങ്ങൾ സ്വകാര്യത എന്നുള്ള ഒരു പരാമർശം കൊണ്ട് മറച്ചു വെക്കണമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഞങ്ങൾ മറച്ചു വെക്കാൻ തയ്യാറാണ് എന്ന് ഓരോ ദിവസവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേജുകൾ ചുരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ഇതൊക്കെ പുറത്തു വരാതിരിക്കട്ടെ, ഇതൊക്കെ പുറത്തു പോകാതിരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അതിന് അധികാരമുള്ള അത്തരത്തിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പിന്റെയോ മാഫിയകളുടെയോ ഒക്കെ ഏജന്റായി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് സർക്കാരിനുള്ളത്. അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന എടുത്ത നിലപാടിനെ പറ്റി നമ്മൾ കണ്ടു. അപ്പൊ നേരത്തെ താങ്കൾ ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിട്ടും ഇത്ര കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ നിലപാടുകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അമ്മയോടൊപ്പം അച്ഛൻ കളിക്കുന്ന ആളുകളായി സർക്കാർ കൂടെ മാറിയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. കാരണം അമ്മ എടുക്കുന്ന അതേ നിലപാടിനോടൊപ്പം തുള്ളുകയും എന്നാൽ ഗതികെട്ട് പലപ്പോഴും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യേണ്ടി വരുന്ന ഒരു രൂപത്തിലേക്കാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഇതൊരു നീതി നിഷേധത്തിന്റെ ചിത്രം കൂടിയാണ്. പിന്നെ ഈ രാഷ്ട്രീയ ഭേദങ്ങൾക്ക് അപ്പുറം സംസാരിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും നേരത്തെ ശ്രീ ഷാജഹാൻ പറഞ്ഞതുപോലെ ഇതിന്റെ ചട്ടക്കൂടുകളിൽ നിന്ന് ഒരു പൊളിച്ചെഴുതലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാ കാലത്തും ഒരു സിസ്റ്റം ഇങ്ങനെ തുടരുന്നതിൽ വലിയ അപാകതകൾ ഉണ്ടാകും. തീർച്ചയായും ഇതൊരിക്കലും സിനിമാ മേഖലയിൽ വലിയ അപകടം ഉണ്ടാക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തുടരുന്നിടത്തോളം കാലം ഉണ്ടാകുന്നതിനേക്കാൾ വളരെ ചെറിയ അപകടമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. എത്രയോ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു എന്നുള്ളതൊരു ചരിത്രമാണ്. അതെ, സ്ത്രീകൾ നിരവധി അപമാനിക്കപ്പെട്ടതിന്റെ ഒരു നേർരേഖ അല്ലെങ്കിൽ അതിന്റെ നേർചിത്രമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്.